എൻ്റെ രാവിലത്തെ ഫുഡിൽ നിന്ന് തന്നെ ഇന്നത്തെ വിശേഷം പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കാപ്പി കുടിച്ചിട്ട് ഞാൻ പിന്നെ കുറേ സമയം കൂടെ പോയി കിടന്നു. കുറേ നേരം മീനാക്ഷി എൻ്റെ കൂടെ വന്ന് കിടന്നിട്ട് പിന്നെ പച്ചക്കറി മുറിച്ച് തരാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയേ. മീനാക്ഷി പോയപ്പോൾ തൊട്ട് എനിക്കൊരു സമാധാനക്കുറവ്. കയ്യെങ്ങാനും മുറിച്ച് വെച്ചാലോ എന്ന് കരുതി ഞാനും കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടെ എഴുന്നേറ്റൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്കും മീനാക്ഷി അവിടെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സാമ്പാർ വെക്കാനുള്ള പച്ചക്കറിയും കൂടെ മുറിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പച്ചക്കറി ഏതാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, അത്രയൊക്കെ ഉള്ളൂ. സാമ്പാറിന് മുറിക്കാനൊക്കെ മീനാക്ഷി നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പഴയ സിനിമയൊക്കെ കണ്ടുകൊണ്ട് മീനാക്ഷി പച്ചക്കറിയൊക്കെ മുറിച്ച് തന്നു. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുന്ന അത്രയും സ്പീഡില്ലെങ്കിലും വൃത്തിയായിട്ട് എല്ലാം മുറിച്ചൊക്കെ തന്നു. അങ്ങനെ ഞാൻ പിന്നെ അത് വേഗത്തിൽ ഒരു സാമ്പാറാക്കി. ഞാനിന്ന് വേറെ കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നേ. അപ്പോൾ ചോറും സാമ്പാറും അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ അപ്പച്ചി മീൻകറിയും രസവും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണൊക്കെ ഗംഭീരമായിരുന്നു. അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയി കുറേ സമയം കൂടെ കിടന്നു. വൈകിട്ടായപ്പോഴത്തേക്കും മീനാക്ഷി എൻ്റെ ദേഹത്ത് പുരട്ടാനുള്ള ഒരു ആയുർവേദത്തിലെ ഒരു പൊടി ചൂടുവെള്ളത്തിൽ ചാലിച്ച് തന്നു. അപ്പോൾ ഇത് മീനാക്ഷി തന്നെയാണ് പുരട്ടിയൊക്കെ തരുന്നത്. ഇതൊക്കെ പുരട്ടി ഇനി ഒരു 5-6 മണിക്കൂറും കൂടെ കിടക്കണം. എന്നിട്ട് പിന്നെ മേല് കഴുകാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ കട്ടിലിലൊരു പഴയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. പിന്നെ എൻ്റെ ഒരു 5-6 മണിക്കൂർ റൂമിൽ തന്നെയാണ്. പിന്നെ മീനാക്ഷിയുടെ വകയായിട്ട് ഇടയ്ക്ക് ഒരു കട്ടൻ ചായയും കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പിന്നെ കാണാവേ.